സ്മാർട്ട് ലോകസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ആൽഗെ അല്ലെ, ആൽഗയുടെ ഫീച്ചേഴ്സ്, അതിന്റെ എന്താണ് ഡെഫിനിഷൻ, ഫോം ആൻഡ് സൈസ്, റീപ്രൊഡക്ഷൻ, എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഇതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗയിലാണ്. ഓക്കെ, so divisions of algae. The three classes of algae ഏതൊക്കെയാണ്? The three classes of algae are Chlorophyceae, Phaeophyceae and Rhodophyceae. Chlorophyceae green algae, Phaeophyceae brown algae, Rhodophyceae red algae. അല്ലെ, സോ വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാം, ഒന്ന് ഗ്രീൻ ആൽഗയാണ്, അടുത്തത് ബ്രൗൺ ആൽഗയാണ്, അടുത്തത് റെഡ് ആൽഗയാണ്. ഓക്കെ, അപ്പോ കളറാണ് അല്ലെ, നോക്കൂ, ഒന്ന് ഗ്രീൻ, അടുത്തത് ബ്രൗൺ, അടുത്തത് റെഡ്. കളർ കൊടുക്കുന്നത് ഏത് സബ്സ്റ്റൻസ് ആണ്? പിഗ്മെന്റ് ആണ്. പിഗ്മെന്റ്സ് അല്ലേ കളർ കൊടുക്കുന്നത്? യെസ്. അപ്പോ ദ മേജർ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ ഏതാണ്? ടൈപ്പ് ഓഫ് പിഗ്മെന്റ്സ്. സോ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പിഗ്മെന്റ്സ് പ്രസന്റ് ഇൻ ആൽഗെ, ഏതൊരു ക്ലാസിഫിക്കേഷനും ക്രൈറ്റീരിയ വേണമല്ലോ. അപ്പൊ ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് പിഗ്മെന്റ്സ് പ്രസന്റ് ഇൻ ആൽഗെ, ആൽഗെ ആർ ഓഫ് ത്രീ ടൈപ്സ്. ഏതൊക്കെയാണ്? ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ. അപ്പൊ നമുക്ക് ദ ത്രീ ക്ലാസസ് ഓഫ് ആൽഗെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം കമ്പയർ ചെയ്യുന്നത് പിഗ്മെന്റ്സ് ആണ്. പിഗ്മെന്റ്സ് ഇൻ ത്രീ ക്ലാസസ് ഓഫ് ആൽഗെ, അതാണല്ലോ മെയിൻ ക്രൈറ്റീരിയ. Green algae, chlorophyll is the major pigment that is present in all plants. അല്ലെ, എല്ലാ പ്ലാന്റ്സിലും ക്ലോറോഫിൽ ഉണ്ടെന്ന് നമുക്കറിയാം. Chlorophyll A is present in all the three classes. Chlorophyll A is present in green algae, brown algae and red algae. ഈ മൂന്ന് ക്ലാസ്സസിലും ഏതുണ്ട്? Chlorophyll A ഉണ്ട്. ഇനി ഗ്രീൻ ആൽഗയിൽ along with chlorophyll A, B is present. ബ്രൗൺ ആൽഗയിൽ chlorophyll A യുടെ കൂടെ C present. റെഡ് ആൽഗയിൽ along with chlorophyll A, D is present. സോ എ ബി, എ സി, എ ഡി ആ കോമ്പിനേഷൻ ആണെന്ന് ഓർക്കാം. ഇനി ഗ്രീൻ ആൽഗയ്ക്ക് ഗ്രീൻ കളർ കൊടുക്കുന്നത് ഏത് പിഗ്മെന്റ്സ് ആയിരിക്കും? ക്ലോറോഫിൽ എയും ബിയും തന്നെയാണ്. നമ്മുടെ ഹെയർ പ്ലാന്റ്സിൽ ഉണ്ടല്ലോ, ചുറ്റിലും കാണുന്ന ആൻജിയോസ്പേംസ്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇല്ലേ, അതും ഗ്രീൻ കളർ അല്ലേ. ആ ഗ്രീൻ കളർ കൊടുക്കുന്നതും ഏതാണ്? ക്ലോറോഫിൽ എ ആൻഡ് ബി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഗ്രീൻ ആൽഗയിലും ഗ്രീൻ കളർ ഇസ് ഡ്യൂ ടു ക്ലോറോഫിൽ എ ആൻഡ് ബി. ഓക്കെ, ഇനി ബ്രൗൺ കളർ, ബ്രൗൺ ആൽഗയ്ക്ക് ബ്രൗൺ കളർ കൊടുക്കുന്നത് ഏത് പിഗ്മെന്റ് ആണ്? ഫ്യൂക്കോസാന്തൻ. അപ്പൊ ഫ്യൂക്കോസാന്തൻ ഇസ് ദ പിഗ്മെന്റ് വിച്ച് ഗിവ്സ് ബ്രൗൺ കളർ. അതേപോലെ റെഡ് ആൽഗയ്ക്ക് റെഡ് കളർ കൊടുക്കുന്നത് ദാറ്റ് ഈസ് ഫൈക്കോഎറിത്രിൻ, PHYCO എറിത്രിൻ, ഫൈക്കോഎറിത്രിൻ. സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ NCERT-യിൽ ഫൈക്കോഎറിത്രിൻ എന്നും കാണാം. റോഡോഫൈസിയ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ. Okay, so that phycoerythrin gives red color. അപ്പൊ എത്രയുമാണ് പിഗ്മെന്റിന്റെ കമ്പാരിസൺ? കഴിഞ്ഞല്ലോ, പഠിച്ചല്ലോ. രണ്ടാമത്തെ പോയിന്റ് ഹാബിറ്റാറ്റ് ആണ് നമ്മൾ കമ്പയർ ചെയ്തത്. എന്താണ് ഹാബിറ്റാറ്റ്? ദ പ്ലേസ് വേർ ദ ഓർഗാനിസം ലിവ്സ്. അല്ലെ, ആൽഗെ ജനറലി അക്വാട്ടിക് ആണ് അല്ലെ, മോസ്റ്റ്ലി അക്വാട്ടിക് ആണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. ശരിയാണ്. ഇനി അക്വാട്ടിക്കിൽ തന്നെ ത്രീ പോസിബിലിറ്റീസ് ഇല്ലേ? എന്താണ്? സോൾട്ട് കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ത്രീ പോസിബിലിറ്റീസ് പറയാം. ഒന്ന്, സാൾട്ട് കോൺസെൻട്രേഷൻ തീരെ കുറവുള്ളത്, ഫ്രഷ് വാട്ടർ എന്ന് നമ്മൾ പറയും. അടുത്ത എക്സ്ട്രീം, സാൾട്ട് കോൺസെൻട്രേഷൻ വളരെ കൂടുതലുള്ളത് ഏത്? നമ്മൾ മറൈൻ എന്ന് പറയും. മറൈൻ വാട്ടർ അല്ലെ, ഓഷ്യൻ അല്ലെ, നമുക്കറിയാമല്ലോ സമുദ്രത്തിലൊക്കെ സാൾട്ട് കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. മൂന്നാമതൊരു കാറ്റഗറി ഏതാണ്? ബ്രാക്കിഷ് വാട്ടർ ആണ്. ഇൻ ബിറ്റ്വീൻ, ഇത് രണ്ടിനും ഇടയിലാണ് സാൾട്ട് കോൺസെൻട്രേഷൻ. വളരെ കൂടുതലുമല്ല, വളരെ കുറവുമല്ല, മോഡറേറ്റ് ആണ്. അപ്പൊ സാൾട്ട് കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൂന്ന് ടൈപ്പ് ഹാബിറ്റാറ്റ്, അക്വാട്ടിക് ഹാബിറ്റാറ്റിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഗ്രീൻ ആൽഗയിൽ ഫ്രഷ് വാട്ടർ ഫോംസ് ആണ് കൂടുതലും, ബ്രാക്കിഷ് വാട്ടർ ഫോംസും ഉണ്ട്, മറൈൻ ഫോംസും ഉണ്ട്. ബ്രൗൺ ആൽഗയിലോ മോസ്റ്റ് ഓഫ് ദം ആർ മറൈൻ. ഏതാണ്? മറൈൻ ആണ്. ബ്രാക്കിഷ് വാട്ടർ ഫോംസ് ഉണ്ട്, പക്ഷേ ഫ്രഷ് വാട്ടർ ഫോംസ് റെയർ ആണ്. ഇൻ ദിസ് ഗ്രൂപ്പ് റെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പൊ തീരെ കുറവായിട്ട് ഫ്രഷ് വാട്ടർ ഫോംസ് വളരെ കുറവായിട്ട് കാണുന്ന ഒരു ആൽഗയുടെ ഗ്രൂപ്പാണ് ഇത് ഫയോഫൈസി അല്ലെങ്കിൽ ബ്രൗൺ ആൽഗെ. റെഡ് ആൽഗയിലോ മോസ്റ്റ്ലി ദേ ആർ മറൈൻ. ഇപ്പൊ ബ്രൗൺ ആൽഗയെ പോലെ തന്നെ റെഡ് ആൽഗെ മെയിൻ ആയിട്ട് കാണുന്നത് എവിടെയാണ്? മറൈൻ എൻവയോൺമെന്റിലാണ്. പക്ഷെ ഒരു ഡിഫറൻസ് ഉള്ളത്, റെഡ് ആൽഗയിൽ ബ്രാക്കിഷ് വാട്ടർ ഫോംസ് ഉണ്ട്,
Then some freshwater forms are also there. Okay, റെഡ് ആൽഗയിൽ ചില ഫ്രഷ് വാട്ടർ ഫോംസ് കാണുന്നുണ്ട്. നേരെ മറിച്ച് ബ്രൗൺ ആൽഗയിലോ ഫ്രഷ് വാട്ടർ ഫോംസ് വെരി റെയർ ആണ്. അപ്പൊ ഹാബിറ്റാറ്റ് കമ്പാരിസൺ കഴിഞ്ഞില്ലേ? ക്ലിയർ അല്ലേ? അടുത്തതായിട്ട് സ്റ്റോർഡ് ഫുഡ്, റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇൻ 3 classes ഓഫ് ആൽഗെ കമ്പയർ ചെയ്യാം. ഗ്രീൻ ആൽഗയിൽ സ്റ്റാർച്ച് ആണ്. നമ്മുടെ ഹെയർ പ്ലാന്റ്സിൽ കാണുന്നത് പോലെ സ്റ്റാർച്ച് ആണ്. ഓക്കെ, സ്റ്റാർച്ച് എന്താണ്? പോളിസാക്കറൈഡ് ആണെന്ന് അറിയാം. അതായത് കാർബോഹൈഡ്രേറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, ആക്ച്വലി എല്ലാത്തിലും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് കേട്ടോ. ബ്രൗൺ ആൽഗയിൽ ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ ആണ്. റെഡ് ആൽഗയിൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. അപ്പൊ ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പൊ സ്റ്റാർച്ച് ഇസ് ദ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇൻ ഗ്രീൻ ആൽഗെ. ബ്രൗൺ ആൽഗയിൽ ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ ആണ്. റെഡ് ആൽഗയിൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. ഓക്കെ, ഇനി സ്റ്റോർഡ് ഫുഡിനെ കുറിച്ച് മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ സ്റ്റാർച്ച് ഗ്രീൻ ആൽഗയിലെ സ്റ്റോർഡ് ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ അതിന് സ്പെഷ്യലൈസ്ഡ് റിസർവ് ബോഡിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. അത് ഈ കമ്പാരിസൺ കഴിഞ്ഞിട്ട് ഓരോ ആൽഗെ, ഓരോ ക്ലാസസിനെ കുറിച്ചും ചില സ്പെസിഫിക് പോയിന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ദെൻ ഫ്ലജല്ല, നമ്പർ ആൻഡ് പൊസിഷൻ. ഗ്രീൻ ആൽഗയിൽ ഫ്ലജല്ല ലോക്കോമോട്ടറി സ്ട്രക്ചർ ആണെന്ന് അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഗ്രീൻ ആൽഗയിൽ ദ നമ്പർ ഓഫ് ഫ്ലജല്ല 2 to 8 എന്ന് വെച്ചാൽ എന്താണ്? 2 മുതൽ 8 വരെ അല്ലെ. ക്ലോറോഫൈസിയയില് എല്ലാവർക്കും ഒരേ നമ്പർ ഒന്നും പറയാൻ പറ്റില്ല. ക്ലോറോഫൈസിയ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ഓഫ് ആൽഗയാണ്. അതിൽ ഒത്തിരി അല്ലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൽഗയുണ്ട്. അപ്പൊ അതിൽ ചിലരില് 2 ആവാം, 3 ആവാം, 4 ആവാം, 2 മുതൽ 8 വരെ ആവാം. ഇനിയോ ഈക്വൽ ആണ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഗ്രീൻ ആൽഗയുണ്ട്, അതിന് 8 ഫ്ലജല്ല ഉണ്ടെന്ന് കരുതും. ആ 8 ഫ്ലജലയും ഒരേ ലെങ്ത് ആയിരിക്കും. ദാറ്റ് ഇസ് ദ പോയിന്റ്. ഇനി വേറെ ഗ്രീൻ ആൽഗെ 4 ഫ്ലജലേ ഉള്ളൂ, പക്ഷെ 4 ഫ്ലജലേ ഒരേ ലെങ്ത് ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ 2 to 8 ഈക്വൽ ഇൻ ലെങ്ത് അതാണ് പറയുന്നത്. Then apical found at the apex, apical in position. Brown algae maximum 2 flagella, 2 flagella മാത്രമേ ഉള്ളൂ. And they are unequal in length. എന്ന് വെച്ചാൽ 2 ഫ്ലജല്ലയിൽ ഒരെണ്ണം ഷോർട്ട് ആണ്, ഇനി ഒരെണ്ണം ലോങ് ആണ്. ഓക്കെ, then they are lateral. ഇവിടെ apical ആണ്, ഇവിടെ lateral ആണ്. lateral എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, found at the side ആണ്, apex അല്ല. റെഡ് ആൽഗയിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഫ്ലജല്ല ഇല്ല. ഫ്ലജല്ല ടോട്ടലി ആബ്സെന്റ് ഇൻ റെഡ് ആൽഗെ. അപ്പൊ ഫ്ലജല്ലയുടെ കമ്പാരിസൺ ഓക്കെ അല്ലേ? അടുത്തത് സെൽ വോൾ ആണ്. പ്ലാന്റ് അല്ലെ, പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ആണ് ഏത്? പ്ലാന്റ് സെൽ വേഴ്സസ് സെൽ വോൾ. അപ്പൊ സെൽ വോളിന്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്താണ്? സെല്ലുലോസ് ആണ്. ഫണ്ടമെന്റലി സെല്ലുലോസ് ഇസ് പ്രസന്റ് എല്ലാ ഗ്രൂപ്പിലും. ഗ്രീൻ ആൽഗെ ആയാലും ബ്രൗൺ ആൽഗെ ആയാലും റെഡ് ആൽഗെ ആയാലും സെല്ലുലോസ് ഇസ് പ്രസന്റ്. ഇനി ഗ്രീൻ ആൽഗയിൽ along with cellulose pectose is present, another chemical that is pectose. ബ്രൗൺ ആൽഗയിൽ സെല്ലുലോസിന്റെ കൂടെ ആൽജിൻ ഇസ് പ്രസന്റ്. റെഡ് ആൽഗയിൽ സെല്ലുലോസിന്റെ കൂടെ പെക്റ്റിൻ, പിന്നെയോ പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് എന്നും ചില എഡിഷനിൽ, പുതിയ എഡിഷനിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? സെന്റൻസുകൾ വായിച്ചിട്ട് അല്ലെ ബൈഹാർട്ട് ചെയ്ത് കൺഫ്യൂസ് ആയി പോകരുത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സെല്ലുലോസ് ഫോംസ് ദി ഇന്നർ ലെയർ. സെല്ലുലോസ് ഫോം ചെയ്യുന്നത് ഇന്നർ ലെയർ ആണ്. ഔട്ടർ ലെയർ ആയിരിക്കും പെക്ടോസ്, അല്ലെങ്കിൽ ഇവിടെ ഔട്ടർ ലെയർ ആൽജിൻ ആണ്. ഇവിടെ ഔട്ടർ ലെയർ എന്തൊക്കെയുണ്ട്? പെക്റ്റിൻ ഉണ്ട്, പിന്നെ പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ അത് ക്ലിയർ അല്ലേ? ഇന്നർ ലെയർ സെല്ലുലോസും ഔട്ടർ ലെയർ ആണ് ഈ മാറി മാറി വരുന്നത്. ഓക്കെ, ഈ പോളിസൾഫേറ്റ് എസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ അല്ലെ, യൂസസ് ഓഫ് ആൽഗയില് ഓർക്കുന്നുണ്ടോ? അഗാറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കാരജീൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് ഓർക്കുന്നില്ലേ? യെസ്, ദീസ് ടു ആർ പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ്. അഗാറും കാരജീനും ഏതാണ്? പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റീപ്രൊഡക്ഷൻ ഇൻ 3 classes ഓഫ് ആൽഗെ ഒന്ന് കമ്പയർ ചെയ്യാം. 3 types ഓഫ് റീപ്രൊഡക്ഷൻ അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു അല്ലെ? ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ the only method fragmentation ആണ്. So fragmentation is the only method of vegetative reproduction in all the 3 classes of algae. Okay, ഇനി asexual reproduction. Asexual reproduction ഗ്രീൻ ആൽഗയിൽ സൂസ്പോർ ആണ്, ബ്രൗൺ ആൽഗയിലും സൂസ്പോർ ആണ്, റെഡ് ആൽഗയിൽ അപ്ലാനോസ്പോർ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന asexual reproduction ഏത് സ്പോർ ആണ്? സൂസ്പോർ ആണ് അല്ലെ? ഇപ്പൊ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് asexual reproduction സൂസ്പോർ ആണ്. കാരണം ഗ്രീൻ ആൽഗയിലും ബ്രൗൺ ആൽഗയിലും സൂസ്പോർ തന്നെയാണ്. എന്താണ് സൂസ്പോറും അപ്ലാനോസ്പോറും തമ്മിലുള്ള ഡിഫറൻസ്? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ? യെസ്. ദെൻ
ബ്രൗൺ ആൽഗയിൽ ഒരു കാര്യം ഓർക്കാനുള്ളത് ഈ സൂസ്പോസ് പൈറിഫോം ആണ്. എന്താണ് പൈറിഫോം എന്ന് പറഞ്ഞാല് പിയർ ഫ്രൂട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പിയർ ഫ്രൂട്ട് പിയർ ഷേപ്ഡ് ആണ്. അപ്പൊ പിയർ ഷേപ്പിൽ കാണുന്നതിനെയാണ് പൈറിഫോം എന്ന് പറയുന്നത്. സോ പൈറിഫോം സൂസ്പോസ് ആണ് എവിടെയുള്ളത്? ബ്രൗൺ ആൽഗയിലുള്ളത്. സോ പിയർ ഷേപ്പ് അല്ലെങ്കിൽ പൈറിഫോം അങ്ങനെ കാണുമ്പോൾ ഓർക്കുക ഏതുമായിട്ട് അസോസിയേറ്റഡ് ആണ്? ബ്രൗൺ ആൽഗെ, സൂസ്പോർ ഓഫ് ബ്രൗൺ ആൽഗെ. Then sexual reproduction. Sexual reproduction, all the three methods are there in green algae. Evake, isogamy, anisogamy, oogamy. Brown algae also isogamy, anisogamy, oogamy. Red algae വരുമ്പോഴത്തേക്ക് ഏത് മാത്രമേ ഉള്ളൂ? ഊഗമി. ഓക്കെ, സോ കമ്പാരിസൺ വളരെ എളുപ്പമാണ് അല്ലെ, ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഒരു കാര്യം ബ്രൗൺ ആൽഗയിൽ ഓർക്കാനുള്ളത് പൈറിഫോം പിയർ ഷേപ്ഡ് ആണ് ഗമീറ്റ്സ്. അപ്പൊ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ സ്പോർ പൈറിഫോം ആണ്, പിയർ ഷേപ്ഡ് ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഗമീറ്റ്സും പൈറിഫോം ആണ്, പിയർ ഷേപ്ഡ് ആണ്. ഓക്കെ, പിന്നെ റെഡ് ആൽഗയിൽ നോക്കൂ ഊഗമി. ഈ ഊഗമിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതാണ് അല്ലെ, എന്താണ് ഊഗമി എന്ന് പഠിച്ചതാണ്. പക്ഷെ റെഡ് ആൽഗയിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നത് ഇവിടെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ആർ നോൺ മൊട്ടൈൽ. മെയിൽ ഗമീറ്റ്സും ഫീമെയിൽ ഗമീറ്റ്സും നോൺ മൊട്ടൈൽ ആണ് എവിടെ? റെഡ് ആൽഗയില്. ഇനി ഓരോ ആൽഗെ, അതായത് ക്ലോറോഫൈസിയെ, ഫയോഫൈസിയെ ഓരോ ക്ലാസ്സും ഉണ്ടല്ലോ, ആ പാരഗ്രാഫിനകത്ത് NCERT കൊടുത്തിരിക്കുന്ന സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഗ്രീൻ ആൽഗയുടെ ഡിസ്കഷൻ, ആ ഡിസ്ക്രിപ്ഷനിൽ NCERT കൊടുത്തിരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ ഷേപ്പിൽ വരുന്ന അല്ലെ വേരിയേഷൻ. It can be either discoid or cup shaped or plate like or reticulate or ribbon shaped etc. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ക്ലോറോപ്ലാസ്റ്റുകൾ ഏത് ഗ്രൂപ്പിൽ കാണാം? ക്ലോറോഫൈസി, ഗ്രീൻ ആൽഗെ ഇതിൽ കാണാം. ഈ ഷേപ്പിലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രീൻ ആൽഗെ ഉണ്ട്. ഇതാണ് പറഞ്ഞു വരുന്നത് ഒരു പോയിന്റ്. ഓക്കെ, അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഓർഗാനിക് ഫോട്ടോസിന്തസിസ് അല്ലെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് ഏതൊക്കെ ഷേപ്പിലാവാം? ഇറ്റ് ക്യാൻ ബി ഐദർ ഇൻ ഡിസ്കോയിഡ്, കപ്പ് ഷേപ്ഡ്, പ്ലേറ്റ് ലൈക്ക്, റെറ്റിക്കുലേറ്റ് ഓർ റിബൺ ഷേപ്ഡ്. ഓക്കെ, പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് പൈറനോയിഡിനെ കുറിച്ചാണ്. വാട്ട് ഈസ് പൈറനോയിഡ്? പൈറനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവ് ബോഡീസ് ഫൗണ്ട് ഇൻ ദി ക്ലോറോപ്ലാസ്റ്റ്. ഇത് എവിടെയാണുള്ളത്? ക്ലോറോപ്ലാസ്റ്റിലാണ്. ഓക്കെ, റിസർവ് ബോഡീസ് ഫൗണ്ട് ഇൻ ദി ക്ലോറോപ്ലാസ്റ്റ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പൈറനോയിഡ് എന്ന് വിളിക്കുന്നത്. Then pyrenoid has proteinaceous center surrounded by starch sheath. അപ്പൊ സെന്ററിലുള്ളത് പ്രോട്ടീൻ ആണ്, പ്രോട്ടീനെ സറൗണ്ട് ചെയ്തിട്ട് അല്ലെ ചുറ്റിലുമാണ് ഇത് കാണിക്കുന്നത് സ്റ്റാർച്ച് ഷീത്ത്, കവറിംഗ്. ഷീത്ത് എന്ന് വെച്ചാൽ കവറിംഗ് എന്നാണ് അർത്ഥം. അപ്പൊ സെന്ററിൽ പ്രോട്ടീനും ചുറ്റിലും സ്റ്റാർച്ച് ഷീത്തും ആണ് പൈറനോയിഡ് എന്ന് പറയുന്ന റിസർവ് ബോഡിയിൽ കാണുന്നത്. ഇതുള്ളത് ക്ലോറോപ്ലാസ്റ്റിലാണ്. ഓക്കെ, യെസ്, ക്ലോറോപ്ലാസ്റ്റിലാണല്ലോ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. ഫോട്ടോസിന്തസിന്റെ ടൈമില് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം NCERT ഗ്രീൻ ആൽഗയ്ക്ക് സ്പെസിഫിക് അല്ലെ, അതിനെ കുറിച്ച് ആ പാരഗ്രാഫിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറയാമോ? സം ഗ്രീൻ ആൽഗെ മേ സ്റ്റോർ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദി ഫോം ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. ഏത് ഫോമിൽ സ്റ്റോർ ചെയ്യാമെന്നാ പറയുന്നത്? ഓയിൽ ഡ്രോപ്ലെറ്റ്സിന്റെ ഫോമിലും റിസർവ് ഫുഡ് മെറ്റീരിയൽ ഉണ്ടാവാം, അതായത് ഫുഡ് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഗ്രീൻ ആൽഗയില് കൊടുത്തിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളാണ്. ഒന്ന്, സൂസ്പോസ് പ്രൊഡ്യൂസ് ഇൻസൈഡ് സൂസ്പൊറാൻജിയ. ഗ്രീൻ ആൽഗയിൽ മാത്രമല്ല എല്ലാ ആൽഗയിലും ഇങ്ങനെയാണ്. അപ്പൊ സൂസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൂസ്പൊറാൻജിയക്കകത്താണ്, എൻഡോജീനസ് ആണ്, എൻഡോജീനസ് ഓർജിൻ, ഇന്റേണൽ ആണ്. സൂസ്പൊറാൻജിയ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഇൻ വിച്ച് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ്. സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പൊറാൻജിയ എന്ന് വിളിക്കുന്നത്. സൂസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനെ സൂസ്പൊറാൻജിയ എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. പിന്നെ ഗ്രീൻ ആൽഗയ്ക്ക് എക്സാമ്പിൾ NCERT നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്ലമിറ്റോമോണാസ് നമ്മൾ നേരത്തെ എക്സാമ്പിൾസ് കണ്ടു, കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. വോൾവോക്സ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. റിലോത്രിക്സ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. സ്പൈറോഗൈറ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. പിന്നെ കാര. അപ്പൊ ഇത്രയുമാണ് എക്സാമ്പിൾസ് ഫോർ ഗ്രീൻ ആൽഗെ. ബ്രൗൺ ആൽഗെ, ഫയോഫൈസിയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, ചില സ്പെസിഫിക് ആയിട്ട് കമ്പാരിസണിൽ വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ. First of all, ranges from simple branched filamentous form to profusely branched form. Profusely branched form എന്ന് പറയുമ്പോൾ kelps. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു ഓർക്കുന്നില്ലേ? kelps giant algae form ചെയ്യുന്നത്. They may grow up to 100 meters in marine environment. പിന്നെ filamentous brown algae ഒരു എക്സാമ്പിൾ കൂടെ തന്നിട്ടുണ്ട് NCERT. ഏതാണ്? Ectocarpus. Yes. Then ബ്രൗൺ ആൽഗെ നമ്മൾ ജനറലി പറയുമ്പോൾ ബ്രൗൺ ഇൻ കളർ എന്ന് പറയും അല്ലെ. പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഈ സെന്റൻസ്, ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. എന്താണ്? ഏതൊക്കെ റേഞ്ചിലാണ് അവരുടെ കളർ വരുന്നത്?
ഒലീവ് ഗ്രീൻ ടു ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ. ഒലീവ് ഗ്രീൻ ടു ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ. ഈ കളർ കൊടുക്കുന്നത് പിഗ്മെന്റ് ഫ്യൂക്കോസാന്തിൻ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഫ്യൂക്കോസാന്തിൻ ഇസ് എ ടൈപ്പ് ഓഫ് സാന്തോഫിൽ. ഏത് കാറ്റഗറിയിൽ വരുന്ന പിഗ്മെന്റ് ആണ് ഫ്യൂക്കോസാന്തിൻ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സാന്തോഫിൽ. ഈ സാന്തോഫിലിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഫോട്ടോസിന്തസിസ് ചാപ്റ്റർ വരുമ്പോൾ പഠിക്കും. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, നിങ്ങൾ വിബ്ജിയോർ കേട്ടിട്ടില്ലേ? അതിൽ വേവ് ലെങ്ത് കൂടിയ പാർട്ട്, അതായത് യെല്ലോ ഓറഞ്ച്, ആ റേഞ്ചിലാണ് ഏത് വരുന്നത്? ഈ സാന്തോഫിൽ വരുന്നത് യെല്ലോ റേഞ്ചിലൊക്കെയാണ്. അപ്പൊ ഫ്യൂക്കോസാന്തിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സാന്തോഫിൽ പിഗ്മെന്റ് ആണ്. Then brown algae plant body is usually attached to the substratum. ഏതെങ്കിലും സബ്സ്ട്രാറ്റത്തിന് മുകളിൽ അറ്റാച്ച് ചെയ്ത് കാണുന്നത്, അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതാണ് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു സ്റ്റോക്ക് ഉണ്ടാവും. ഇൻസൈഡ് ഡയഗ്രത്തിൽ അത് ലേബൽ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോക്കിനെയാണ് STALK സ്റ്റോക്ക്, ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റൈപ്പ്. എന്താ വിളിക്കുന്നത്? സ്റ്റൈപ്പ് എന്നാണ്. പിന്നെ ഫോട്ടോസിന്തറ്റിക് ഓർഗൻ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, എന്താണ്? ഫ്രോണ്ട്, FROND, ഫ്രോണ്ട്. Okay, a plant body attached to the substratum with the help of hold fast. Then it has a stalk called stipe. Then the photosynthetic organ called frond. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ MCR കൊടുത്തിരിക്കുന്നത് ഫെർട്ടിലൈസേഷനെ കുറിച്ചാണ്. ആൽഗയിൽ ജനറൽ ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് they are aquatic. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആൽഗയില് വെള്ളത്തിൽ തന്നെയാണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, ഔട്ട്സൈഡ് ദ ബോഡിയാണ് നടക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ എവല്യൂഷൻ തുടക്കത്തിൽ അങ്ങനെയാണ്. പിന്നീട് ബ്രയോഫൈറ്റ് വരുമ്പോഴാണ് കംപ്ലീറ്റ്ലി ഇന്റേണൽ ആയിട്ട് മാറുന്നത്. ഓക്കെ, നമുക്ക് കാണാം ബ്രയോഫൈറ്റ് വരുമ്പോൾ. അപ്പൊ ജനറലി ടേക്സ് പ്ലേസ് ഇൻ വാട്ടർ ആണ്. പിന്നെ ഒരു കാര്യം അനുസരിച്ച് പറയുന്നത് ടേക്സ് പ്ലേസ് വിത്തിൻ ദി ഊഗോണിയം ഇൻ ഊഗ്യാമസ് സ്പീഷീസ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫ്യൂക്കസ് ഊഗ്യാമസ് ആൽഗയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു അല്ലെ? ഫ്യൂക്കസ് ബ്രൗൺ ആൽഗയാണ്, ഫ്യൂക്കസ് ഊഗ്യാമസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഊഗോണിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ് ഊഗോണിയം? ഊഗോണിയം എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. ഓക്കെ, ഊഗ്യാമസ് സ്പീഷീസിൽ ഊഗോണിയത്തിനകത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇത് ബ്രൗൺ ആൽഗയ്ക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഏത് ഊഗ്യാമസ് സ്പീഷീസ് ആണെങ്കിലും, ഏത് ആൽഗയിലും ഊഗ്യാമസ് സ്പീഷീസ് ആണെങ്കിൽ ഊഗോണിയത്തിനകത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് ദി പോയിന്റ്. ദെൻ എക്സാമ്പിൾസ് ആണ്, ബ്രൗൺ ആൽഗയുടെ എക്സാമ്പിൾസ് ആണ് എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനേറിയ, സർഗാസം, ഫ്യൂക്കസ്. ഇതിൽ സർഗാസം, ഫ്യൂക്കസ്, എക്ടോകാർപ്പസ് നേരത്തെ ഡിസ്കഷനിൽ വന്നു. ലാമിനേരിയയും വന്നു അല്ലെ? നേരത്തെ ഡിസ്കഷനിൽ വന്നിട്ടില്ലാത്തത് ഏത് മാത്രമാണ്? ഈ എപ്പിസോഡിലോ കഴിഞ്ഞ എപ്പിസോഡിലോ ആയിട്ട് ഡിസ്കഷനിൽ വന്നിട്ടില്ലാത്തത് ഏത് മാത്രമാണ്? ഡിക്റ്റിയോട്ട മാത്രമാണ്. അപ്പൊ എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനേറിയ, സർഗാസം, ഫ്യൂക്കസ് ഇത്രയുമാണ് ഏതിന് എക്സാമ്പിൾ? ബ്രൗൺ ആൽഗയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് NCERT നൽകിയിരിക്കുന്നത്. ഇനി റെഡ് ആൽഗയെ കുറിച്ചാണ്. റെഡ് ആൽഗെ മോസ്റ്റ്ലി ദേ ആർ മറൈൻ ആണ് ആൻഡ് ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ഇസ് ഫൗണ്ട് ഇൻ വാമർ ഏരിയാസ്. സോ വാമർ ഏരിയാസിലാണ് കൂടുതൽ ആയിട്ടും മറൈൻ എൻവയോൺമെന്റിൽ തന്നെ ഏത് കണ്ടുവരുന്നത്? റെഡ് ആൽഗെ കണ്ടുവരുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു കാര്യം, ദേ ആർ ഫൗണ്ട് എവിടെയൊക്കെ കാണുന്നുണ്ടെന്നാണ്. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് ബോത്ത് അറ്റ് ദ സർഫസ്. സർഫസ് എന്ന് വെച്ചാൽ മറൈൻ എൻവയോൺമെന്റിൽ വെള്ളത്തിന്റെ സർഫസിൽ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വെൽ ലൈറ്റഡ് ഏരിയാസ് ആണ് അല്ലെ? മാക്സിമം ലൈറ്റ് കിട്ടുക അവിടെയല്ലേ? സോ അവിടെ കാണുന്നുണ്ട്. വെൽ ലൈറ്റഡ് ഏരിയാസിൽ കാണുന്നുണ്ട്, സർഫസിൽ കാണുന്നുണ്ട്. ഇനിയോ ദേ ആർ ഫൗണ്ട് ഇൻ ഗ്രേറ്റ് ഡെപ്ത് ഓൾസോ. മനസ്സിലായോ? അത്രയും ആഴങ്ങളിലും, ഓഷ്യനിൽ അത്രയും ആഴങ്ങളിൽ എന്ന് വെച്ചാൽ വെരി ലിറ്റിൽ ലൈറ്റ് പെനിട്രേറ്റ്സ് അല്ലെ? വളരെ കുറച്ച് മാത്രമേ ലൈറ്റ് കിട്ടുള്ളൂ. സോ വളരെ കൂടുതൽ ലൈറ്റ് കിട്ടുന്ന ഇടങ്ങളിലും വളരെ കുറവ് മാത്രം ലൈറ്റ് കിട്ടുന്ന ഇടങ്ങളിലും ഏത് കാണുന്നുണ്ട്? റെഡ് ആൽഗെ കാണുന്നുണ്ട്. ഓക്കെ, യെസ്. പിന്നെ മോസ്റ്റ്ലി ദേ ആർ മൾട്ടി സെല്ലുലാർ ആണ്, മൾട്ടി സെല്ലുലാർ ഫോംസ് ആണ് കൂടുതലും. അതിൽ തന്നെ ചില റെഡ് ആൽഗയ്ക്ക് കോംപ്ലക്സ് ബോഡി ഓർഗനൈസേഷൻ ആണ് കാണുന്നത്. നമ്മൾ ജനറലി ആൽഗെ പറയുമ്പോൾ സിമ്പിൾ ബോഡിയാണ് പറയുക, റൈറ്റ്? പക്ഷെ ചില റെഡ് ആൽഗയ്ക്ക് കോംപ്ലക്സ് ബോഡി ഓർഗനൈസേഷൻ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ റിസർവ് ഫുഡിനെ കുറിച്ചാണ്. റിസർവ് ഫുഡ് ഓഫ് റെഡ് ആൽഗെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് നമ്മൾ കമ്പാരിസണിൽ പഠിച്ചു. അതിന്റെ ഒരു പ്രത്യേകത, ഈ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് സ്ട്രക്ചറലി സിമിലർ ടു ഗ്ലൈക്കോജൻ ആൻഡ് അമൈലോപെക്റ്റിൻ. സ്ട്രക്ചറലി ഗ്ലൈക്കോജനുമായിട്ടും അമൈലോപെക്റ്റിനുമായിട്ടും സിമിലർ ആണ്. ഗ്ലൈക്കോജൻ അറിയാമോ? അറിയില്ലേ? യെസ്, നമ്മുടെ ബോഡിയിലുള്ള എന്താണ് റിസർവ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലെ?
ഗ്ലൈക്കോജൻ എന്താണ്? റിസർവ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ ആനിമൽസ്. അനിമൽ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്ന ഏത് ഫോമിലാണ്? ഗ്ലൈക്കോജൻ ഫോമിലാണ്. ഇനി അമൈലോപെക്റ്റിൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്, അമൈലോപെക്റ്റിൻ അതേപോലെ അമൈലോസ് എന്നൊക്കെ കേട്ട് കാണും. ഇത് രണ്ടും ഏതിന്റെ സബ് യൂണിറ്റ് ആണ്? സ്റ്റാർച്ചിന്റെ സബ് യൂണിറ്റ് ആണ്. അമൈലോപെക്റ്റിൻ is one of the subunit of starch ആണ്. ഗ്ലൈക്കോജൻ റിസർവ് ഫുഡ് മെറ്റീരിയൽ അനിമൽസ് ആണ്. അപ്പൊ ഇത് രണ്ടുമായിട്ടും സ്ട്രക്ചറലി സിമിലർ ആണ് ഏത്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. പിന്നെ റെഡ് ആൽഗയിലെ വേറൊരു കാര്യം NCERT പറയുന്നത് കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ്സ് ആർ പ്രസന്റ് എന്നാണ്. ഇപ്പൊ സാധാരണ ഇൻ ജനറൽ ആൽഗയിൽ കാണുന്നത്, നമ്മൾ ആൽഗയുടെ ലൈഫ് സൈക്കിൾ കാണും, ചാപ്റ്റർ അവസാന ഭാഗത്താണ് ലൈഫ് സൈക്കിൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആൽഗയിൽ കാണുന്നത് സൈഗോട്ട് ഫോം ചെയ്താൽ സൈഗോട്ട് മിയോസിസ് നടന്നിട്ട് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ സൈഗോട്ട് ഫോം ചെയ്താൽ ഉടനെ തന്നെ സൈഗോട്ട് അണ്ടർഗോസ് മിയോസിസ് ടു പ്രൊഡ്യൂസ് സ്പോർ. ഓക്കെ, പക്ഷെ ഈ റെഡ് ആൽഗയിൽ എന്താണ് ഒരു ഡിഫറൻസ്? സൈഗോട്ട് അങ്ങനെ തന്നെ മിയോസിസ് നടന്ന് സ്പോർ ആയിട്ട് മാറുകയല്ല ചെയ്യുന്നത്. അവിടെ വേറെ സ്ട്രക്ചർ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിനെ കുറച്ചുകൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും NCERT പോകുന്നില്ല, നമ്മുടെ സിലബസ് പോകുന്നില്ല. ജസ്റ്റ് ഇത്രയും ഓർത്തിരിക്കുക. എന്താണ് കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ്? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫെർട്ടിലൈസേഷന് ശേഷം എന്ന് വെച്ചാൽ സൈഗോട്ട് ഉണ്ടായതിനു ശേഷം. ഓക്കെ, കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ്സ് ആർ സീൻ ഇൻ റെഡ് ആൽഗെ. പിന്നെ റെഡ് ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് ജെനിഡിയം ഗ്രാസിലേറിയ, പോർഫൈറ. ഇത്രയും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ട ആൽഗയാണ് അല്ലെ. ഒരെണ്ണം കൂടെ വരുന്നത് ഏതാണ്? പോളിസൈഫോണിയ. ജെനിഡിയം ഗ്രാസിലേറിയ, പോളിസൈഫോണിയ, പോർഫൈറ. ഇത്രയുമാണ് ഏതിന് എക്സാമ്പിൾ? റെഡ് ആൽഗയ്ക്ക് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്, നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ. 3 ക്ലാസസ് ഓഫ് ആൽഗെ, അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? ആ 3 ക്ലാസസ് ഓഫ് ആൽഗെ കമ്പയർ ചെയ്യുന്നു നമ്മൾ അല്ലെ. ഏതൊക്കെ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്തു? പിഗ്മെന്റ്സ് ഇൻ 3 ക്ലാസസ് ഓഫ് ആൽഗെ, ഹാബിറ്റാറ്റ് ഓഫ് 3 ക്ലാസസ് ഓഫ് ആൽഗെ, reserve food material of 3 classes of algae, alle cell wall of 3 classes of algae, flagella 3 classes of algae, reproduction in 3 classes of algae, right? ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പയർ ചെയ്തു. അത് കൂടാതെയോ ഓരോ ക്ലാസ്സിനും സ്പെസിഫിക് ആയിട്ട് ആ പാരഗ്രാഫിനകത്ത് NCERT കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അങ്ങനെയാണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റിന്റെ ഡിഫറെന്റ് ഷേപ്പിനെ കുറിച്ചൊക്കെ ഗ്രീൻ ആൽഗയിൽ പരിചയപ്പെട്ടു. പൈറനോയിഡിനെ കുറിച്ച് അല്ലെ, പൈറനോയിഡ് എന്താണെന്ന് പരിചയപ്പെട്ടു അല്ലെ. സൂസ്പൊറാൻജിയ എന്താണെന്ന് പരിചയപ്പെട്ടു. റൈറ്റ്, ശരിയല്ലേ? അതേപോലെ എക്ടോകാർപ്പസ് ബ്രൗൺ ആൽഗയിൽ എവിടെയാണ് എക്സാമ്പിൾ ആവുന്നത്? ആ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ബ്രൗൺ ആൽഗ എന്ന് പറയുന്നതിൽ പ്യുവർ ബ്രൗൺ തന്നെ ആവണമെന്നില്ല. ഏതൊക്കെ കളർ റേഞ്ച്? ഒലീവ് ഗ്രീൻ ടു ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ വരാം. ഫ്യൂക്കോസാൻഡിൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സാന്തോഫിൽ പിഗ്മെന്റ് ആണ് നമ്മൾ പഠിച്ചു അല്ലെ. ശരിയല്ലേ? പിന്നെ ബ്രൗൺ ആൽഗയുടെ ബോഡിയിൽ 3 പാർട്ട് ഉണ്ട് അല്ലെ. അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും സബ്സ്ട്രാറ്റത്തിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾഡ് ഫാസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു സ്റ്റോക്ക് ആയിട്ടുള്ള സ്റ്റൈപ്പ് ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫ്രോണ്ട് ഉണ്ട് എന്ന് പഠിച്ചു അല്ലെ. പിന്നെ ബ്രൗൺ ആൽഗയിൽ നമ്മൾ എന്ത് പഠിച്ചു? ഫെർട്ടിലൈസേഷൻ ഐദർ ഇൻ വാട്ടർ, വെള്ളത്തിലാവാം, അതല്ലെങ്കിലോ ഊഗോണിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനകത്ത്. ഊഗോണിയം എന്ന് പറയുന്ന ഊഗ്യാമസ് സ്പീഷീസിലാണുള്ളത്. ഫ്യൂക്കസ് നല്ലൊരു എക്സാമ്പിൾ ആണ് ഊഗ്യാമസ് സ്പീഷീസിന്. ഊഗോണിയം എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് അല്ലെ. പിന്നെ ബ്രൗൺ ആൽഗയുടെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു. റൈറ്റ്. പിന്നെ റെഡ് ആൽഗയ്ക്ക് സ്പെസിഫിക് ആവുന്ന ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ശരിയല്ലേ? അപ്പൊ റെഡ് ആൽഗെ എന്താണ് മെയിൻ ആയിട്ട് മറൈൻ എൻവയോൺമെന്റിലാണ്. അതില് വാമർ ഏരിയാസിലാണ് കൂടുതൽ കോൺസെൻട്രേഷനും കാണുന്നത്. പിന്നെ വെൽ ലൈറ്റഡ് ഏരിയാസിലെ ടോപ്പിൽ സർഫസിൽ കാണുന്നുണ്ട്. അതേപോലെ വളരെ കുറച്ച് ലൈറ്റ് പെനിട്രേറ്റ് ചെയ്യുന്ന ഡെപ്തിലും ഏത് കാണുന്നുണ്ട്? റെഡ് ആൽഗെ കാണുന്നുണ്ട്. മോസ്റ്റ്ലി മൾട്ടി സെല്ലർ ആണ് റെഡ് ആൽഗെ അല്ലെ. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. റൈറ്റ്. പിന്നെ റെഡ് ആൽഗയുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ആയിട്ടുള്ള ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത് സ്ട്രക്ചറലി അമൈലോപെക്റ്റിനുമായിട്ടും ഗ്ലൈക്കോജനുമായിട്ടും സിമിലർ ആണെന്ന് പഠിച്ചു അല്ലെ. പിന്നെ റെഡ് ആൽഗയിൽ കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ്സ് ഉണ്ട്. സൈഗോട്ട് ഉണ്ടായതിനു ശേഷം അല്ലെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. റൈറ്റ്. റെഡ് ആൽഗയ്ക്ക് എക്സാമ്പിളും പഠിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ നന്നായിട്ട് ഇത് NCERT വായിച്ചു പഠിക്കുക. ഞാൻ പറയുന്നു, വായിച്ചു പഠിച്ചാൽ പോരാ, വായിച്ച് പഠിച്ചതിന് ശേഷം ഒന്ന് റിക്കലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ റിക്കലക്ട് ചെയ്യുമ്പോൾ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി നോക്കുക.
കാരണം പലതും പുതിയ ടെർമിനോളജി അല്ലേ. NCERT-യിൽ ഈ ലാറ്റിൻ വേർഡ് അല്ലേ ബയോളജിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഓർമ്മിക്കണമെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കണമെങ്കിൽ നന്നായിട്ട് എഴുതി പഠിച്ചാൽ മറന്നു പോവില്ല. ഓക്കെ, അപ്പോ എന്താണ് ഈ എപ്പിസോഡ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ മറ്റു കൂട്ടുകാരോടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാരോടും വീഡിയോയെ കുറിച്ച് പറയുക, ഈ ഒരു ചാനലിനെ കുറിച്ച് പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂബിൾ സജഷൻസ് ഉണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം. അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. ബ്രെയിൻ ഓഫ് ഫൈറ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ടിൽ ദെൻ